നമസ്കാരം. സംസാരം ടിവിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിനയമ്മയെ പരിചയപ്പെടുത്തിയിരുന്നു, തൃശ്ശൂരിലെ വിനയമ്മ. അപ്പോൾ വിനയമ്മ ഇന്ന് നമുക്കൊരു പുതിയ വിഭവം കൂടി ഉണ്ടാക്കി തരുന്നുണ്ട്. അത് എന്താണത്? റോബസ്റ്റ കായ ഉണ്ട് ചിപ്സ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണോ? വീട്ടിൽ വെള്ളത്തിലിടരുത്, വെള്ളത്തിലിടാതെ എടുക്കണം. എന്താ ചെയ്യേണ്ടത്? എന്താണ്? തൊലി പൊളിക്കുക, നേരെ എണ്ണയിലേക്ക് വറുത്ത് കോരുക. വെള്ളം തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന് കുഴച്ചിൽ വരാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് വെള്ളം തൊടിക്കാതെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിശദമായിട്ട് പറഞ്ഞു. ആദ്യം മുതൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് പറഞ്ഞു? തൊലി പൊളിക്കുക, തൊലി പൊളിക്കുന്ന റോബസ്റ്റ കായ എടുക്കുക. റോബസ്റ്റ കായ എടുത്തിട്ട് തൊലി പൊളിച്ച് വെള്ളത്തിൽ ഇടാതെ നമ്മൾ കറ കണ്ടാലും നിങ്ങൾ വിഷമിക്കണ്ട, ആ കറയൊന്നും അതിൽ വരില്ല. എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊക്കോളും. ആദ്യം ചീനിച്ചട്ടി എടുത്ത് വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ സാധാരണ വിചാരിക്കാറ് നേന്ത്രക്കായ കൊണ്ടാണ് ചിപ്സ് എന്നാണ് വിചാരിക്കാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായി പാളയംകുളം കായയോ അല്ലെങ്കിൽ ചെറുകായകളോ ചിലത് തൊലി കളയും, ചിലത് തൊലിയോടുകൂടെ എടുക്കും. മുന്തങ്കായ, പാളയംകുളം കായ ഒക്കെ തൊലി അടക്കം ഉപ്പേരിക്ക് ചീന്തുന്ന പോലെ ചീന്തിയിട്ടാണ് നേരിട്ട് വറക്കാറ്. നേരെ മറിച്ച് റോബസ്റ്റ പോലെയുള്ള കായാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തൊലി ഇതാക്കിയിട്ടേ വറക്കാൻ പറ്റുള്ളൂ. ഇത് വറക്കുന്നതിനൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആവുന്നതും വെള്ളത്തിൻ്റെ ടച്ച് ഒരിക്കലും ഈ റോബസ്റ്റ കായ്ക്ക് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അത് മൂക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് കറുത്ത കളറ് വരുന്നുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് ശരിയായി പൊക്കോളും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ട് റോബസ്റ്റയ്ക്ക് പറയാനുള്ളത്. അത് മാത്രമാണ്, ഒരിക്കലും വെള്ളം ടച്ച് കൊടുക്കരുത്. വെള്ളം ടച്ച് കൊടുത്താൽ അത് കുഴച്ചിൽ വരും. അതിന് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് അതിന് നമ്മൾ റെഡിയാക്കുകയാണ്. അത് റെഡിയാക്കി വറുത്ത് കോരാനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും സാധാരണ കായ്ക്ക് തളിക്കുന്ന പോലെ തന്നെ തയ്യാറാക്കി വെക്കുക. തയ്യാറാക്കി വെച്ച് ഏകദേശം മൂക്കാറാകുമ്പോൾ ഇത് വറുത്ത് കോരാനായിട്ട് എടുക്കുക. ഇത് വറുത്ത് കോരിയ ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ, കാരണം മുളക് പൊടി, കായം അല്ലെങ്കിൽ ഗരം മസാലകളോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വേറെ എന്തെങ്കിലും, ടൊമാറ്റോൻ്റെ ഫ്ലേവേഴ്സ് കിട്ടുന്നുണ്ട്, അത് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്രകാരം നമ്മളുടെ ഇഷ്ടം പോലെ പല വെറൈറ്റിയിലുള്ള പൊടികൾ നമുക്ക് കിട്ടാനുണ്ട്. ആംചൂർ പൗഡറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പൗഡറുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മാങ്ങ പൊടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ആംചൂർ പൗഡർ എന്ന് വെച്ചാൽ അതാണ്, മാങ്ങ പൊടിച്ചിട്ട് വരുന്ന പൗഡറാണ്. ഇത് ഒരു 3 മാസം വരെ നിൽക്കും. പക്ഷേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ വറുത്ത് കോരിയിടണം. കുറച്ച് കറിവേപ്പില വറുത്ത് കോരിയിടുകയാണെങ്കിൽ കറിവേപ്പിലയ്ക്കാണ് നമ്മുടെ കാറമണം പോവുക. അത് കാറമണം വലിച്ചെടുക്കുകയും നമ്മുടെ ചിപ്സ് എന്നും ഫ്രഷായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ 1 കിലോ കായ വറക്കുന്നുണ്ടെങ്കിൽ ഒരു 2 തണ്ട് ധാരാളം മതി. ലീഫ് അതിൻ്റെ കുറച്ച് ഉപ്പ് നമ്മൾ അതിൻ്റെ മീതെ തൂവാനായിട്ടെടുക്കുന്നു. വളരെ ലൈറ്റായിട്ട് മിക്സറിനൊക്കെ നമ്മൾ ഇടുന്ന പോലെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഗരം മസാല കൊടുക്കാം, മുളക് പൊടി, കായം കൊടുക്കാം. അത് നമ്മളുടെ ഇഷ്ടത്തിന് ഫ്ലേവറുകൾ മാറ്റാം. അതിനുശേഷം സ്പ്രിങ്കിൾ ചെയ്യാനേ പാടുള്ളൂ. സാധാരണഗതിയിൽ ഞങ്ങൾ സോൾട്ട് മിക്സ് ഉണ്ട്, ആ സോൾട്ട് മിക്സിലിട്ടിട്ടാണ് വലിയ നിലയ്ക്ക് ചെയ്യുമ്പോൾ ചെയ്യാറ്. ഇതിപ്പോൾ 2 കായായ കാരണം അതിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നനവ് വന്ന് കേടായി പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അത് നമ്മളുടെ ഇഷ്ടത്തിന്.
ചിപ്സ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉഷാറായിട്ടുണ്ട്. റോബസ്റ്റ കായ കൊണ്ട് ഗരം മസാല ചേർത്തുള്ള ചിപ്സ്. ഇതൊരു വെറൈറ്റി ആയിട്ട് ആർക്കും വീട്ടിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റും അല്ലേ? ആർക്കും ചെയ്യാം. വിനയമ്മ പുസ്തകം എഴുതിയ കൂട്ടത്തിൽ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ യൂട്യൂബ് തന്നെ കണ്ട് വീഡിയോ തന്നെ കണ്ട ആൾക്കാർ പരീക്ഷിച്ച് നോക്കണം. വേണം. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അടുത്ത ഇതേപോലുള്ള പല വിഭവങ്ങളുണ്ട് വിനയമ്മയുടേത്. അത് നമ്മൾ ഇനി അടുത്ത എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും ഒരു സീരീസ് ആയിട്ട് തന്നെ നമ്മുടെ സംസാരം ടി വിക്ക് വേണ്ടിയിട്ട് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി തരണം. ഇപ്പോൾ ഏതായാലും സമയം ലേറ്റ് ആയതുകൊണ്ട് ഇനി നമ്മൾ നിർത്തുകയാണ്. അടുത്ത കുറേ വിഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തായാലും തയ്യാറാക്കി തരും. ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും. ഓക്കെ.